മനുഷ്യന്റെ ലേലം ഒരു ലേലം വന്നിട്ടില്ലാതെ എന്താ കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വീഴുക. ഒരു ഗ്ലാസ് ചായക്കും വേണ്ടി എത്ര നേരം ഞാൻ അവിടെ കുത്തിരിക്കുന്നത്? മനുഷ്യനെ നിങ്ങളാ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത്? ഇവിടെ വരെ വരുന്നതിന്റെ പകുതി വഴിയല്ല അടുക്കളയിലുള്ള. അവിടുന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചാൽ നിങ്ങളെ കയ്യില് വാങ്ങി ഒരുക്കുവോ? അത് ശരി. അപ്പൊ എന്താ പറയാ, റെസ്റ്റ് എടുക്കുക? അല്ല മനുഷ്യനെ, മരിക്കാൻ പോണതിന് മുമ്പ് കുറച്ച് ശ്വാസം എടുക്കുക. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം ചാടിക്കാൻ എന്ത് മല മറക്കുന്ന പണിയൊക്കെ എടുക്കൂടെ? ഇതിൽ നല്ലത് മല മറക്കലായിരിക്കുക. ഞാൻ ഈ കുടുംബത്തേറെ പണിയൊക്കെ പറ്റി എന്താ ചെയ്യണേ? ചെയ്യുന്ന പണിയൊക്കെ ഞാൻ ചെയ്യാൻ, ഞാൻ ചെയ്യുന്ന പണിയൊക്കെ എനിക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ പണി? വീട്ടിൽ നിന്ന് പണിയിലും പണിയിലും വീട്ടിലേക്ക് നേരെ മല നടക്കണതാണ്. ഇത് എന്റെ കടലിൽ ചിരിച്ചോടി. ഓ കാട്ട ആർക്കും വേണ്ടാത്തൊരു മുട്ടാങ്കടയില് വല്ലപ്പോഴും രണ്ട് നാരക പിഴിയണം. ഇതൊക്കെ എത്ര വലിയ പണി? എന്നാ ആ നാരക ഞാൻ പിഴിയാം. നീ ഇന്റെ നാരകം കൂടെ പിഴിയണം. ഇന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കോലത്തിലാക്കിയോ? എടി ചെമ്മീൻ തുള്ളിയാ മുട്ടോളം, പിന്നെ തുള്ളിയാലോ ചട്ടിയില. അതുകൊണ്ട് ഈ ഒന്നും കാര്യമോ? പെണ്ണെന്നും പെണ്ണ എന്ന് വയസ്സുണ്ടായാലും നിങ്ങൾ പറയുന്ന കേൾക്കാലോ. പെണ്ണെന്നും പെണ്ണ, പെണ്ണെന്നും പെണ്ണാണ്, പെണ്ണെന്നും പെണ്ണന്നെ. എന്താ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു കുറവ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടെണ്ണത്തിന്റെ കുറവുള്ളൂ. ഒന്ന് താടിയുടെ ഒന്ന് വീശയുടെ. അവർക്ക് ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ 2 ചക്രക, അതിൽ ഒരെണ്ണം പഞ്ചറായ മതി, പിന്നെ വണ്ടി ഓടില്ല. ഒരു മൊബൈലിന് 999 റുപ്യ ചെലവല്ലോ. ഇല്ലെങ്കിൽ 916 സ്വർണ്ണം കിട്ടുമെങ്കിൽ ലക്ഷയാത്ര നോക്കണം. അപ്പൊ മൊബൈലിന്റെ കാരണം ഒന്ന് കുറിച്ചു കൊടുക്കാൻ ഇതെങ്ങനെ ഉമ്മ വേദിക്കാതെ മോള് മാതൃകയാണല്ലോ. കണ്ടല്ലേ മോള്? ആ എന്നാ എന്റെ വിശ്വാസം അതെന്റെ വിശ്വാസമാണ്. ഞാനൊരു പുരുഷനാണ്. എന്റെ അത്ര വിത്തരത വാച്ചി ചുക്കുമരിക്കൽ ചൂരാമി മണിമണ്ണിന്റെ കൂടി
എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിന് മുൻപണികൾ എത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു കാതൽ പാത്തുമ ദമ്പതികളൊപ്പം മഹിളാ സമാജം പ്രസിഡന്റ് മാംസകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാക്ഷി. കാതർക്കയിൽ നിന്നും തുടങ്ങാം. പറയൂ കാതർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുക? അതായത് ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാൻ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്ഫുടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്? അതായത് സ്ത്രീകളുടെ മൂലിച്ചൊല്ലിലേക്ക് തിരിച്ചു വരാൻ ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിയത്? ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ കാര്യം അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. അവിടുന്ന് പോയി കാതർക്ക അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, അതെ ഈ മറുപടി പറയിപ്പിക്കും മാത്രം ചോദിച്ചാൽ മതി. തീർച്ചയായും വിവാഹശേഷം പാത്തുമയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണ് കാതർക്ക. എന്താണ് നിതീഷ് മോനെ ഇങ്ങനെ കണ്ണീറ്റോളം ചേർന്ന് പറയുന്നത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെ ഞാൻ ഈ പഹജിനെ സ്നേഹിക്കുന്നത് അറിയോ? ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇക്കായിട്ടാക്ക് വേണ്ടി താജ്മഹൽ പണിയും. പണിയോന്ന അതിനുവേണ്ടി സ്ഥലം ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന് ഈ പഹിച്ചൊന്നും വയ്യണ്ടായി കിട്ടണ്ടേ? വളരെ മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സ്ത്രീകളാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത. കണ്ണീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയും? കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കും, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ചെറുതുകളുടെയും പ്രണയം ഉണ്ടാവും? എന്തു പറയുന്നു? എന്നാലും ഇത്രയും കൾച്ചറില്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായിക നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ ഹക്ക് പറയുന്നത്? ഞാൻ മാംസനെ സിനിമയിൽ നായിക നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ